ചെറുപയർ പരിപ്പ് നമുക്ക് പൊതുവെ അതിൻ്റെ മണവും ടേസ്റ്റും പരിപ്പ് പായസവും ഒക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ലേ. ഇന്ന് പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ഒന്നല്ല കേട്ടോ, ചെറുപയർ പരിപ്പ് കൊണ്ട് നിങ്ങളധികം ട്രൈ ചെയ്യാത്ത 2 തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും അതല്ലാത്ത ആൾക്കാർക്കും നമുക്ക് സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 2 റെസിപ്പീസാണ്. രണ്ടും 2 തരത്തിലുള്ള ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ റെസിപ്പി മൂങ്ക്ലെറ്റ് എന്ന് വിളിക്കാം, വെജിറ്റബിൾ ഓംലെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 125 ml കപ്പിന് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇത് വറുത്തതല്ല. ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം. അരമണിക്കൂർ മതിയിട്ടോ, അതിലും കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ. ഇനി ഇതിനെ നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തോടു കൂടി അരക്കരുത് കേട്ടോ. ഇത് ഒഴിക്കാനുള്ള ദോശമാവുമാതിരി പരത്തുന്ന കൺസിസ്റ്റൻസി അല്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരാം. അപ്പം ഞാൻ നന്നായിട്ട് സ്മൂത്തായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ഇനി കുറച്ച് വെള്ളം, ഞാൻ വളരെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഇനി ഇതിലേക്ക് ആ മിക്സി ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് 1/4 കപ്പ് വെള്ളത്തോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. അതിനായിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മല്ലിയിടയിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇഞ്ചി ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റൊക്കെ നല്ലവണ്ണം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ഒനിയൻ ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിടാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് വെള്ളം പോരായെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ബീറ്റിങ്ങിലാണ് നമ്മുടെ ഈ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയി വരും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് കട്ടി വേണ്ട. ഇതൊരു പോറിംഗ് കൺസിസ്റ്റൻസിയാണ്. എന്നാൽ ഒരുപാട് തിന്നായിട്ടും ആക്കരുത്. ഇപ്പം നല്ലവണ്ണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ടും കൂടി ചേർത്തി കൊടുക്കണം. ഫ്രൂട്ട് സോൾട്ട് ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായി ഇളക്കണം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം വെള്ളവും കൂടി ചേർത്തി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ അത് നന്നാവുള്ളൂ. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാൻ തന്നെയാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം നല്ല ജീരകമാണ്. ജീരകം നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമുക്കതിൽ 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്തതാണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് അത് രണ്ടും പൊട്ടി വന്നപ്പോൾ മൂങ്ക്ലെറ്റിൻ്റെ മിക്സിനെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ സ്ഥലത്തേക്കും ഈവൻ ആവുന്ന രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഏകദേശം ഒരേമാതിരി ആവുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിനിലേക്ക് നമുക്ക് ചെറുതായിട്ട് 1-2 സാധനങ്ങൾ കൂടി ചേർത്തി കൊടുക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി ഇങ്ങനെ മുകളിലൂടെ ഒന്ന് ഡ്രസ് ചെയ്ത് കൊടുക്കാം, സ്പ്രിങ്കിൾ ചെയ്യാം. പിന്നെ കുറച്ച് ബട്ടർ എല്ലാ സ്ഥലത്തും ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതൊരു 2 മിനിറ്റ് മാത്രമേ അടച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ, നമ്മളുടെ ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് പൊന്തി വരുന്നുണ്ട്. ആ ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിനെ ഒന്ന് മറിച്ചിടണം. ഒരു ഭാഗം ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് 4 ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ആ നടുവിലൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കട്ട് ചെയ്ത പോർഷനിൽ നമുക്ക് ബട്ടറോ ഗീയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ള ഫ്ലേവറും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ഇരുന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റോളം ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ സൈഡും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ആ ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, ആ പോർഷനിൽ അതേ പൊസിഷനിലൂടെ മറിച്ചിട്ട ഭാഗത്തും ഇതുപോലെ തന്നെ ബട്ടറിലായ ഭാഗത്തേക്കും ആവുന്ന പോലെ ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ അതിനെ 4 പീസായി തന്നെ കട്ട് ചെയ്തു കേട്ടോ. ഇനി അതിനെ ജസ്റ്റ് ഒന്നും കൂടി മറിച്ചിട്ട് നോക്കുകയാണ്.
അപ്പം ഇങ്ങനെ രണ്ട് സൈഡും കണ്ടോ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഇത് വളരെ അധിക സമയമൊന്നും എടുക്കില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആണ് കേട്ടോ. ഇത് പായപ്പം ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനതിനെ സെർവിങ് ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല മിൻ ചട്നിയുടെ കൂടെ, അതല്ലെങ്കിൽ കൊറിയാണ്ടർ ചട്നിയുടെ കൂടെ, സോസിന്റെ കൂടെയും നമുക്ക് കഴിക്കാം. ഇതിനെ നമുക്കിന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ടെക്സ്ചറും ടേസ്റ്റും എന്നൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ സൂപ്പറായിട്ട് എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയി വെന്തിട്ടുണ്ട്. അത്രയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതാ മിൻ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ വാവ്, എന്താ ഒരു ടേസ്റ്റ്. അപ്പം നമ്മുടെ മൂങ്ക്ലെറ്റിന് ശേഷം ഇതാ വരുന്നു മൂങ്ദാൽ ധോക്ല എന്ന് വിളിക്കാം. ധോക്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി പോലെ തന്നെ ഉണ്ടാവും. സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇതിനെ ഈ ഷേപ്പിലല്ലാതെ ഇഡ്ഡലി പോലെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് 1 കപ്പ് 250 ml ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ്. മഞ്ഞ ചെറുപയർ പരിപ്പ്. അതൊരു 1.5 മുതൽ 2 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിലും കൂടുതൽ സമയം ഇടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. തരിയോടുകൂടി തന്നെയാണ് അരയ്ക്കുന്നത്. കുറച്ച് തരിയിട്ട്, ഒരുപാട് തരിയല്ല, ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോഴേക്കും തന്നെ അതിലേക്ക്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പോലെ ആയിരിക്കണം കേട്ടോ. അതല്ലാതെ ഒരുപാട് വാട്ടറി ആയിട്ട് ഉണ്ടാക്കരുത്. അതുപോലെ ഈ ദാലിനെ മിക്സ് ചെയ്തിട്ട് അതാക്കി കഴിഞ്ഞാൽ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇതിൽ വെള്ളം പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തരിയോട് കൂടിയാണ് അരച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ധോക്ലയുടെ ടെക്സ്ചറൊക്കെ നന്നാവുള്ളൂ. ഫൈൻ പേസ്റ്റ് ആയാൽ നന്നാവില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാൻ പോവാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് ധോക്ലയുടെ മുകളിലാണ് വറുത്തിടുക. ഇത് ഞാൻ അതിൻ്റെ മാവിലിട്ടിട്ട് വേവിച്ചെടുക്കണം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പരിപ്പ് നന്നായി വഴറ്റി വരണം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ധോക്ലയ്ക്ക്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 2 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്കിതിനെ മാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ധോക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചൊരു ട്രേയിലാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. ഇതിന് പകരം നിങ്ങൾക്ക് ആ ട്രേ ഇല്ല എങ്കിൽ ഇഡ്ഡലി പോലെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാൽ ഇഡ്ഡലി ആയിട്ടും ഇതിനെ ഉപയോഗിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ട് ആണ് കേട്ടോ. ഫ്രൂട്ട് സോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ധോക്ല നന്നായി വരുള്ളൂ. 1 ടീസ്പൂൺ ഈനോൻ്റെ ഫ്രൂട്ട് സോൾട്ടും കൂടി അതിലേക്ക് ഇടണം. എന്നാൽ മാത്രമേ ഇതിങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും പെർഫെക്റ്റ് ആയി വരില്ല നമ്മുടെ ധോക്ലയുടെ. ഇനി അതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഫ്രൂട്ട് സോൾട്ട് ഇട്ട് ഒരുപാട് നേരം ഇട്ട് ഇളക്കരുത്. ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി നന്നായിട്ട് എണ്ണ തേച്ച് വെച്ച ഒരു ട്രേ ആണിത്. ഒരു ബേക്കിങ്ങിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവിയിലാണ് വേവിക്കേണ്ടത് കേട്ടോ. ഈ ട്രേ ഇല്ല എങ്കിൽ നിങ്ങൾക്കുള്ള പാത്രത്തിൽ ചെയ്യാം. അതല്ല എങ്കിൽ ഇഡ്ഡലി പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിയുടെ തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ബാറ്റർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വെച്ച് ഞാൻ സ്റ്റീം ചെയ്യുന്നുണ്ട്. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പരന്ന പാത്രമാണെങ്കിൽ ഇത്ര ടൈം എടുക്കില്ല കേട്ടോ. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഒട്ടുന്നില്ല എങ്കിൽ കുക്കായിട്ടുണ്ട്, ഇല്ല എങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനെ നമ്മളൊരു പാത്രത്തിൽ നിന്ന് അതിൽ മാറ്റിയിട്ട് ഞാൻ ഈ ബേക്കിങ്ങിൻ്റെ ട്രേ ഒന്ന് തുറക്കണം കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ അതിൻ്റെ സൈഡിലൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒന്ന് കമത്തിയിടുകയാണ്. ഒരു 5-10 മിനിറ്റോളം. കാരണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ധോക്ല എടുക്കുന്നതാണ് നല്ലത്. കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് തണുക്കണം. അപ്പോൾ മാത്രമേ ധോക്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലും ടേസ്റ്റിലും വരുള്ളൂ. അപ്പോൾ കണ്ട സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്താലേ വരുള്ളൂ, ഇല്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വറുത്തിടാം കേട്ടോ. കുറച്ച് ജീരകവും തേങ്ങയും പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയൊക്കെ കൂടി വറുത്തിട്ട് കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, മല്ലി ചട്നിയുടെ കൂടെ. അപ്പോൾ വളരെ ഹെൽത്തിയാണ് ഇത്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ടെക്സ്ചർ പെർഫെക്റ്റ് ടെക്സ്ചറിലും കൺസിസ്റ്റൻസിയിലുമാണ് ഇത് വന്നത്.
അപ്പോൾ ഇന്നത്തെ ഡിഷും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇതിൽ നല്ല കടുകും ആ ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ കൂടി ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.